Hey my beautiful, welcome back to my Pups channel. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ കാര്യങ്ങൾ ഉടൻ സംഭവിക്കുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെരി സൂൺ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. സോ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സെപ്പറേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുക, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഓർ നിങ്ങളിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന സിറ്റുവേഷൻ, എസ്പെഷ്യലി നിങ്ങൾ സെപ്പറേഷനിലൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ആളുകളുടെ ഇന്റൻഷൻ മനസ്സിലാക്കുക, കാരണം നിങ്ങൾ ഒരുപാട് അട്രാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. സോ അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾ എക്സാക്ട്ലി ലൈക്ക് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ നിങ്ങളെ അതുപോലെ ട്രീറ്റ് ചെയ്യാൻ വരുന്നതായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ പാസ്റ്റ് എന്നുള്ള പേഴ്സൺ നിങ്ങളുടെ എക്സ് ആയിരിക്കാം. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആയിട്ട് നിന്നിട്ടുള്ള ചില ആളുകള് ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ ചില ആളുകൾക്ക് വളരെ റെയർ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഇല്ല, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു പേഴ്സൺ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വെരി സൂൺ അത് നിങ്ങളുടെ മുന്നിൽ റിവീൽഡ് ആവുന്നുണ്ട്. അവർ തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ കുറച്ചുകൂടെ ഒരു റൊമാൻറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ നിങ്ങളുടെ കൂടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ടായിരിക്കണം. പക്ഷേ മെജോറിറ്റി ആളുകൾക്ക് ഇത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് തന്നെയുള്ള പേഴ്സൺ ആണ്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുക എന്തിനാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്, എന്താണ് ഈ ഒരു തവണ ഇത്രമാത്രം ഒരു അട്രാക്ഷൻ അവർക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഉദ്ദേശം എന്താന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കാരണം നിങ്ങൾ ഒരു ബ്രേക്കിന് ശേഷം, ഒരു ഗ്യാപ്പിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും സിറ്റുവേഷൻസ് സംഭവിക്കാൻ പോവാണ്. ഓക്കെ, അത് ചില ആളുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള അതേ അവസ്ഥ തന്നെ പോകാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരു ഓൺ ആൻഡ് ഓഫ് പോലത്തെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഒരു സമയം നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവച്ചിട്ട് പോയിട്ടുള്ള ആളുകളായിരിക്കാം. അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് ഈ തവണ ബെറ്റർ ആയിട്ട് അവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, എന്ത് മാറ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതായിരിക്കാം. ഓക്കെ, ഇൻസ്റ്റീഡ് അവർ തിരിച്ചു വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾ പോവാതിരിക്കുക. ഓക്കെ, വളരെ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, കാരണം നിങ്ങൾക്ക് ഒരുപാട് അട്രാക്ഷൻ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ വേണം എന്നുള്ളത് ആരെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുന്നതായിരിക്കാം. നിങ്ങൾ ഇല്ലാണ്ട് പറ്റില്ല, നിങ്ങൾ വേണം, നിങ്ങൾ ലൈഫിൽ വേണം എന്നുള്ളത്. പക്ഷെ എന്തിനാണ് വേണമെന്ന് അവർക്ക് തോന്നുന്നത്, എന്ത് ലാക്നെസ് എന്നാണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കാത്തത് കൊണ്ടാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടാണോ വരുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഒരു തവണ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതെല്ലാം നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനൊക്കെ പ്രിപ്പയർഡ് ആവേണ്ട ഒരു ടൈമാണ്, കാരണം നിങ്ങൾക്ക് അതുപോലത്തെ ഒരു ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പാറ്റേൺ ചേഞ്ച് ചെയ്യാനുള്ളത്. ഓക്കെ, അത് ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എത്ര കാലമായിട്ട് സിംഗിൾ ആയിട്ട് നിന്നിട്ടുണ്ടായിരിക്കണം. സോ അവിടെ നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടി എൻഗേജ്ഡ് ആവണം, കമ്മിറ്റ്മെന്റിലേക്ക് വരികയാണ്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ഒരു മാറ്റം, ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒരേ സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓൺ ആൻഡ് ഓഫ് പോലത്തെ സിറ്റുവേഷൻ വന്ന് പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുക, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ ആണ്, ഈവൻ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇവിടെ വീണ്ടും തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ, നിങ്ങളുടെ സ്റ്റോറി ഒന്നും കൂടെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പോസിബിലിറ്റി തരുന്ന സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ചിലത് റിട്ടേൺ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ചില റീയൂണിയൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുക, അവിടെ നിങ്ങൾക്കത് ആ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. നിങ്ങള് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എത്രമാത്രം ഒരു സിറ്റുവേഷൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ
ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ഈ തവണ നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഇതുപോലെ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്നത് നല്ലതാണ്. സോ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളാണ്, ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ എസ്പെഷ്യലി ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്, വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്, ഹെൽത്തി ആയിട്ടുള്ള റീയൂണിയൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മാറ്റമാണ്. ലെറ്റ്സ് ടേക്ക് ഫ്യൂ മോർ മെസ്സേജ്. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വെരി സൂൺ സംഭവിക്കുന്നത്? സോ ചില ആളുകൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ഒരു അവസരം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ചിലത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് ചില ആളുകൾ എടുക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾക്കത് എത്ര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നതെങ്കിലും നിങ്ങൾക്കത് വീണ്ടും ഒരു ബേർഡനിലേക്കാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു ബാധ്യതയാണ് ഒരു റിലേഷൻഷിപ്പ് നിൽക്കുന്നതെങ്കിൽ ചില ആളുകൾ വളരെ സ്ട്രോങ് ആയിട്ട് അതിന് പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എടുക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്കറിയാം ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അവിടെ നഷ്ടമാവുന്നുണ്ട്. എസ്പെഷ്യലി തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ തേർഡ് പേഴ്സൺ ആയിരിക്കാം, നിങ്ങളൊരു പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ ആയിരിക്കാം, എന്ത് സിറ്റുവേഷൻ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, അത് അവിടെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേണോ എടുക്കാൻ സാധിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ അത് വീണ്ടും ഒരു അവസരം തരുന്നുണ്ടെങ്കിലും, ഈവൻ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അത് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും വൈസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അതിൽ എടുക്കുന്നുണ്ട്. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചില ആളുകൾ ചെയ്യുന്നത് അതിന് ഇറങ്ങി വരിക എന്നുള്ളതാണ്, ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ സെൽഫായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുപോലത്തെ ഒരു മേജർ ഡിസിഷൻസ് ചില ആളുകൾ ലൈഫിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, സോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അട്രാക്ട് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി സിംഗിൾ ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഒരുപാട് റിച്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് റിലേറ്റ് ചെയ്ത് നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില മാറ്റങ്ങൾ ചില ആളുകൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ആരും ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.